സിംബാബ്വേക്കെതിരായ രണ്ടാം ടി20യിലും ടീം ഇന്ത്യയുടെ സമ്പൂർണ്ണ ആധിപത്യം തന്നെയാണ് ഇന്നലെ കണ്ടത്. ടീം ഇന്ത്യയുടെ വിജയത്തിനൊപ്പം തന്നെ നഷ്ടപ്പെടുത്തി കളഞ്ഞ ചില അവസരങ്ങളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകളാണ് വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപേ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ കൂടുതൽ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. സിംബാബ്വേക്കെതിരായ രണ്ടാം ടി20യിലും സമ്പൂർണ്ണ ആധിപത്യം നേടി ടീം ഇന്ത്യ 219 റൺസാണ് ആദ്യ ഇന്നിംഗ്സിൽ നേടിയത്. മറുപടി ബാറ്റിംഗിൽ സിംബാബ്വേയെ 129 റൺസിൽ പുറത്താക്കി ഇന്ത്യ 90 റൺസിന്റെ വിജയവും സ്വന്തമാക്കി. ഇതോടുകൂടി 3 മത്സര ടി20 പരമ്പര 2-0 ടീം ഇന്ത്യ സ്വന്തമാക്കുകയും ചെയ്തു. ഇഷൻ കിഷന്റെ 81 റൺസും തിലക് വർമ്മയുടെ അർദ്ധ സെഞ്ചുറിയും ഇന്ത്യയുടെ ഇന്നിംഗ്സിന് നട്ടെല്ലായി മാറി. ബൌളിംഗിൽ അഭിഷേക് ശർമ്മയും യാഷ് ഠാക്കൂറും മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത്. എന്നാൽ മത്സരശേഷം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലായത് ഇന്ത്യയുടെ വിജയമല്ല, വിക്കറ്റ് കീപ്പറായ ഇഷൻ കിഷൻ നഷ്ടപ്പെടുത്തിയ ഒരു അനായാസ റണ്ണൌട്ട് അവസരം തന്നെയാണ്. 2 ബാറ്റർമാരും ഒരെൻഡിൽ എത്തിയിട്ടും പന്ത് കയ്യിലുണ്ടായിരുന്ന ഇഷൻ സ്റ്റംപ് പൊളിക്കുന്നതിന് പകരം അണ്ടർ-ആം ത്രോ ചെയ്യുകയായിരുന്നു. അതോടുകൂടി ഉറപ്പായിരുന്ന ഒരു റണ്ണൌട്ടാണ് നഷ്ടമായത്. പിന്നീട് തന്റെ തെറ്റ് മനസ്സിലാക്കിയ ഇഷൻ ചിരിച്ചുകൊണ്ട് അത് ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വൈറലായി മാറിയിരുന്നു. ഇവിടെയാണ് മറ്റൊരു ചർച്ചയും തുടങ്ങുന്നത്. ഇന്ത്യൻ ടീമിൽ വിക്കറ്റ് കീപ്പർമാർക്കിടയിലെ മത്സരം ഇപ്പോൾ കൂടുതൽ ശക്തമാണ്. ഇഷൻ കിഷൻ ബാറ്റ് കൊണ്ട് തിളങ്ങിയെങ്കിലും വിക്കറ്റ് കീപ്പിംഗിൽ ഇത്തരം ചെറിയ പിഴവുകൾ വലിയ മത്സരങ്ങളിൽ വില കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായേക്കാം. അതേസമയം സഞ്ജു സാംസൺ ടീമിലില്ലെങ്കിലും അദ്ദേഹത്തിന്റെ പേരും വീണ്ടും ആരാധകരുടെ ചർച്ചകളിൽ ഇടം പിടിക്കുക തന്നെയാണ്. ഒരു വിക്കറ്റ് കീപ്പർ ബാറ്ററിൽ നിന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ബാറ്റിംഗിനൊപ്പം ഗ്ലൗസിലും സ്ഥിരതയാർന്ന പ്രകടനം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത് ഇഷൻ കിഷനെ വിമർശിക്കാനുള്ള വിഷയമല്ല. ഒരു മികച്ച ഇന്നിംഗ്സ് കളിച്ച താരം ഒരു ചെറിയ പിഴവും ചെയ്തു എന്നതാണ് സത്യം. പക്ഷേ ഇന്ത്യൻ ടീമിൽ കടുത്ത മത്സരം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു ചെറിയ അവസരത്തിനും വലിയ വില തന്നെയാണുള്ളത്. മൂന്നാം ടി20യിൽ ഇഷന് പകരം പ്രഭ്സിമ്രാൻ സിംഗിനെ ടീം ഇന്ത്യ പരീക്ഷിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ കാണുമ്പോൾ സഞ്ജു സാംസന്റെ തിരിച്ചറിവ് ടീം ഇന്ത്യയെ സംബന്ധിച്ച് എത്രത്തോളം അനുകൂലമാണെന്നുള്ളത് കണ്ടറിയേണ്ടതായി തന്നെ വരും.